അപ്പോൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു മണ്ടൻ ക്വസ്റ്റ്യൻ എന്ന് വേണേൽ പറയാം. കാര്യം ഇതിൻ്റെ ബ്രാക്കറ്റിലാണ് 100% ഓൺഡ് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. അത് ബ്രാക്കറ്റിലല്ല കൊടുക്കേണ്ടത്, ആ ക്വസ്റ്റ്യൻ്റെ കൂടെ വേണം കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. ഇതൊരു 100% ഓൺഡ് സബ്സിഡറിയാണ്. അപ്പോൾ 100% ഓൺഡ് സബ്സിഡറി എന്ന് പറയുമ്പോൾ ഇവിടെ 2 കമ്പനിയുള്ളത്, എച്ച് ലിമിറ്റഡും എസ് ലിമിറ്റഡും. അപ്പോൾ എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിൻ്റെ മുഴുവൻ ഷെയറും വാങ്ങിച്ചേക്കുക. അതിനെ 100% സബ്സിഡറി എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള 100% സബ്സിഡറി വരുന്ന പ്രോബ്ലത്തിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നൊരു സാധനമില്ല. അതെന്തോന്ന് ഡീറ്റെയിലായിട്ട് പിന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങളിത് മാത്രം ഓർത്തിരിക്കുക. 100% സബ്സിഡറി ഓൺഡ് സബ്സിഡറി കമ്പനിയുടെ ഒരു പ്രോബ്ലം വരുമ്പോൾ അവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫ്രം ദി ഫോളോയിങ് എക്സ്ട്രാക്ട് ഓഫ് ദ എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ്. ഇപ്പോൾ എച്ച് ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും കൂടെ കാര്യങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. പ്രിപ്പയർ എന്തുവാ? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോണം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ താഴെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്തോ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഓഫ് എച്ച് ലിമിറ്റഡ് ആൻഡ് ഇറ്റ്സ് സബ്സിഡറി എസ് ലിമിറ്റഡ്. ഇപ്പോൾ എച്ച് ലിമിറ്റഡ് ഹോൾഡിംഗ് ആണെന്നും എസ് ലിമിറ്റഡ് സബ്സിഡറി ആണെന്നും ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ നേരത്തെ ഞാൻ പഠിപ്പിച്ച ആ ഫോർമാറ്റ് ഫുൾ അങ്ങ് എഴുതിയിടണം. നേരത്തെ ഞാൻ പഠിപ്പിച്ച ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഈ സാധനം ഫുൾ അങ്ങ് വരച്ചിടണം. ഈ ഫോർമാറ്റ് ഫുൾ അങ്ങ് വരച്ചിടണം. ആദ്യം എഴുതേണ്ടത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ആരൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കണം. എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ് ആസ് ഓൺ 31 മാർച്ച് 2012. ക്വസ്റ്റ്യനിൽ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റ് പ്രകാരം എഴുതണം. അപ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഉത്തരത്തിൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ആരൊക്കെയാണെന്ന് നോക്കണം. എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ് എന്നത്തേക്കാണ് ആസ് ഓൺ ക്വസ്റ്റ്യനിൽ പറയുന്ന ഡേറ്റ് 31 മാർച്ച് 2016. എന്നിട്ട് ഈ ഫോർമാറ്റ് അങ്ങ് താഴോട്ട് എഴുതിയിടണം. ഇതേ കൂട്ട് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ്, കറണ്ട് ലയബിലിറ്റി, ടോട്ടൽ. അസറ്റിനകത്ത് ഫിക്സഡ് അസറ്റ്, അസറ്റ്സിനകത്ത് ഫിക്സഡ് അസറ്റ്, അതിന് ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, പിന്നെ കറണ്ട് അസറ്റ്. ഈ ഫോർമാറ്റ് അതേ കൂട്ട് കാണാതായിട്ട് എഴുതണം. കാര്യം ഈ ഫോർമാറ്റിൽ ഇനിയുള്ള പ്രോബ്ലംസ് എല്ലാം നീങ്ങുന്നത്. എഴുതിയിട്ടതിന് ശേഷം മാത്രമേ തുടർന്ന് വീഡിയോ കാണാവൂ. പെട്ടെന്ന് വന്ന് എഴുതിയിട്ടേ.